എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഷോഗൺ ആളാണെങ്കിൽ ഒരുപാട് അസുഖത്താൽ അങ്ങനെ കഷ്ടപ്പെടുകയാണ്. എല്ലാ ഗ്രാമത്തിലുള്ള ചീഫുകളെ ആള് വിളിച്ചു വരുത്തും. അതിനുശേഷം അവരോട് പറയും, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഇനിയും മുൻപോട്ടേക്ക് പോകാൻ കഴിയില്ല. ഓടൻ വരുന്നത് വരെ നമുക്ക് ഒരു ഷോഗണെ നമ്മുടെ ഈ ഐലാൻഡിന് ആവശ്യമാണ്. സോ അവൻ വരുന്നത് വരെ ഒറോച്ചിയെ ഞാൻ ഷോഗണായിട്ട് തെരഞ്ഞെടുക്കുകയാണെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഞെട്ടും. കാരണം ഒറോച്ചി അദ്ദേഹം ഷോഗന്റെ വെറും ഒരു സെർവന്റ് മാത്രമാണ്. യാഷുമയാണെങ്കിൽ വണ്ടറടിച്ച് അവനെ തന്നെ നോക്കും. ഒറോച്ചി അവന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഈ ഐലാൻഡിലേക്ക് വന്നത്. അവനെങ്ങനെ ഇപ്പൊ ഷോഗനെ കൺവീൻസ് ചെയ്ത് ഈ ഒരു പദവി അത് നേടിയെടുത്തും ചിന്തിക്കും. അതിലെന്തോ ഒരു കള്ളത്തരം ഉള്ളതായിട്ട് അവന് മനസ്സിലാവും. ഉടനെ ഒറോച്ചിയാണെങ്കിൽ മുൻപോട്ടേക്ക് വന്ന് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്തു പറയും, സത്യത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വെറും ഒരു പാവം മാത്രമാണ്. എന്നെ ഷോഗനായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അടിമയായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഓടൻ വരുന്നത് വരെ ഈ വാനോ കിങ്ഡം ഞാൻ എന്റെ ബെസ്റ്റ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യും, മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ആക്ച്വലി ഒറോച്ചി അവൻ കുറോസുമി ക്ലാനിലെ ഒരു മെമ്പറാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ഒറോച്ചിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഒറോച്ചി ഒരുപാട് പേര് ചേർന്ന് വലിയ കമ്പും കല്ലുകളൊക്കെ ആയിട്ട് അവനെ ഓടിക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ പേടിച്ച് വരച്ച് അങ്ങനെ മുൻപോട്ടേക്ക് ഓടും. ഓടുന്നതിനിടയിൽ അവൻ കാല് തട്ടി താഴേക്ക് വീഴാണ്. അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ വിളിച്ചു പറയും, ഒറോച്ചി നീ ആ കുറോസുമി ക്ലാനിലുള്ളവരാണ്. അവരാണ് വാനോ കിൻഡത്തിനെ തന്നെ വൈറസ്. ഒരു കാരണവശാലും നിന്റെ ജീവനോട് കൂടെ വിടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യും. അവനാണെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു കാട്ടിൽ പോയി അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അവരവിടുന്ന് കടന്നു പോകുന്നത് വരെ അവൻ നെഞ്ചു തകർന്ന് കരഞ്ഞ് അങ്ങനെ ഇരിക്കും. അവര് പോയി കഴിഞ്ഞെന്ന് ഉറപ്പാകുമ്പോൾ അവൻ പതിയെ പുറത്തേക്ക് വരികയാണ്. ആക്ച്വലി എന്റെ ഗ്രാൻഡ് ചെയ്ത കാര്യത്തിന് എന്നെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ആ കുറോസുമി ക്ലാനിൽ ജനിച്ചത്. ഇതൊന്നും എന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് വരും. ഉച്ചയാണെങ്കിൽ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ഒരു തകർന്ന വീട് കാണുകയാണ്. ചുറ്റും കൂരാക്കൂരിരുട്, പോരാത്തതിന് നല്ല മഴയും. തൽക്കാലം ആ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണെങ്കിൽ നല്ല ഫോഴ്സിൽ ഇന്നലെ അങ്ങനെ വീശി അടിക്കും. ആ ഒരു വെളിച്ചത്തില് അവൻ രണ്ടുപേരെ ആ വീടിനകത്ത് കാണുകയാണ്. ഒരു ഗ്രാൻഡ് പേയും ഒരു ഗ്രാൻഡ് മേയും. ആ ഗ്രാൻഡ് മേയെ കാണുമ്പോൾ തന്നെ ഒറോച്ചിയുടെ മനസ്സിൽ ഒരുപാട് പേടി. ഗ്രാൻഡ് മേ ആണെങ്കിൽ ഒറോച്ചിയുടെ അടുത്തേക്ക് വരും. സത്യത്തിൽ നീ ഒരു വലിയ ആളാവാൻ പോവാണ്. ഒരു ഷോഗണായി നീ മാറും. നിന്നെക്കുറിച്ചും നിന്റെ ക്ലാനിനെ കുറിച്ചും നിന്റെ ഗ്രാൻഡ് പേയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവന്റെ ഗ്രാൻഡ് പേക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവർ പറയാനായിട്ട് തുടങ്ങും. ആക്ച്വലി അവന്റെ ഗ്രാൻഡ് പാ സൂയിസൈഡ് ചെയ്തു എന്നാണ് അവൻ ഇത്രയും കാലവും വിശ്വസിച്ചിരുന്നത്. ആ ഗ്രാൻഡ് മേ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നിന്റെ ഗ്രാൻഡ് പാ അദ്ദേഹം മരിച്ചത് സൂയിസൈഡ് ചെയ്തിട്ടല്ല, മറിച്ച് അദ്ദേഹത്തെ കൊന്നത് കൊസുക്കി ക്ലാനിലുള്ളവരാണ്. ആക്ച്വലി കൊസുക്കി ക്ലാനിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് അടുത്ത തലമുറ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 5 ഡൈമ്യോസിൽ നിന്ന് ആരെങ്കിലും ഒരാളെ കിങ് ആക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. നിന്റെ ഗ്രാൻഡ് പാ ആ ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരുപാട് മോഹിച്ചു. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ക്ലാനിലുള്ളവർക്ക് കിങ്ങായി മാറണം എന്ന ആഗ്രഹത്തെ തുടർന്ന് ബാക്കി ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും നിന്റെ ഗ്രാൻഡ് പാ വിഷം കൊടുത്തു. അങ്ങനെ എല്ലാവരെയും നൈസായിട്ട് ഒഴിവാക്കിയതിന് ശേഷം ഒറോച്ചിയുടെ ഗ്രാൻഡ് പാ അദ്ദേഹം കിങ് ആവാൻ തയ്യാറെടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ എല്ലാം തന്നെ കാറ്റിൽ പറത്തി കിങ്ങിന് ഒരു കുഞ്ഞുണ്ടായത്. അതാണ് സാക്ഷാൽ ഓടന്റെ പപ്പ. അത് മാത്രമല്ല, ഒറോച്ചിയുടെ ഗ്രാൻഡ് പാ ആള് ചെയ്ത തെറ്റ് അത് അവര് കണ്ടെത്തി അദ്ദേഹത്തെ ഇല്ലാതാക്കി. അദ്ദേഹത്തെ മാത്രമല്ല അവരുടെ ക്ലാനിലുണ്ടായിരുന്നവരെയും അവരില്ലാതാക്കി. ആ ഗ്രാൻഡ് മേ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, ഈ തെറ്റുകളെല്ലാം സംഭവിച്ചത് അത് ഓടന്റെ പപ്പയിൽ നിന്നാണ്. അവരുടെ ക്ലാനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഓടന്റെ പപ്പ അവൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളായിരുന്നു ഇന്ന് ഈ ഐലാൻഡ് ഭരിക്കേണ്ടത്. സോ ഇത് മുഴുവൻ ഇവിടെ തെറ്റാണ്. അത് നീ ഇപ്പോഴെങ്കിലും റിയലൈസ് ചെയ്ത് നീ തീർച്ചയായിട്ടും അവർക്കെതിരെ പോരാടണം. റോച്ചിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സർപ്രൈസ്. അവൻ ഒരു സെക്കൻഡ് അവൻ ഷോഗണായി മാറുന്ന ആ രംഗത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. ഇതിൽ ഈ ഒരു ഗ്രാൻഡ് മാ അവരും ഒറോച്ചിയുടെ ക്ലാനിൽ പെട്ട ഒരു ഗ്രാൻഡ് മേ ആണ്. അവര് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ക്ലൗൺ ഫ്രൂട്ട് അത് കഴിച്ച് ഇപ്പോൾ ഒരുപാട് വിദ്യകളൊക്കെ പഠിച്ചിരിക്കുകയാണ്. അവരാണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പോൾ അവരുടെ രൂപങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് അവന് കാണിച്ചു കൊടുക്കും. ഗ്രാൻഡ് മേ ആണെങ്കിൽ ഇപ്പോൾ അവന് നേരെ ഒരു ഡെവിൾ ഫ്രൂട്ട് എടുത്ത് നീട്ടും. തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ഒരു ഷോഗണായി മാറാനായിട്ട് കഴിയും. നമ്മുടെ ക്ലാന് നഷ്ടപ്പെട്ടത് അത് നിന്നിലൂടെ നീ തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കൊടുക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കാതെ അതെടുത്ത് കഴിച്ച് ഒരു മോൺസ്റ്ററായി തീരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒറോച്ചി അവനാണെങ്കിൽ പ്രതികാരദാഹിയായി ഡൈമിയോ ആയിട്ടുള്ള യക്യൂമിയുടെ അടുത്തേക്ക് കടന്നു വരും. അവന്റെ അടുത്ത് അവൻ ബെഗ് ചെയ്യും, പ്ലീസ്
അങ്ങയുടെ ഒരു അസിസ്റ്റൻ്റായി എന്നെ സ്വീകരിക്കണം. യാസുകി ഒരു നല്ല ആളായതുകൊണ്ട് തന്നെ ഒറോച്ചിക്ക് അവിടെ ഒരു ജോലി കൊടുക്കും. സോ ഒറോച്ചി ആണെങ്കിൽ ഒരുപാട് നാളുകൾ അവിടെ ജോലി ചെയ്ത് ഒരു ദിവസം ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടുന്ന് ഒളിച്ചോടുകയാണ്. ഒറോച്ചി മാത്രമല്ല, അവിടെ പണം സൂക്ഷിച്ചിരുന്ന ആ ഒരു വലിയ ബോക്സിലുണ്ടായിരുന്ന പണവും അവൻ അടിച്ചുകൊണ്ട് പോയി. ഒറോച്ചി ആണെങ്കിൽ ആ പണം എല്ലാം ചേർത്ത് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഓടന്റെ അടുത്തേക്ക് വരും. ഓടൻ ആണെങ്കിൽ ഒരുപാട് തവണ യാസുമിയോടൊപ്പം ഒറോച്ചിയെ കണ്ടിട്ടുണ്ട്. ഒറോച്ചി ആണെങ്കിൽ ഓടനോട് ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യും, ആക്ച്വലി ഞാൻ ഉണ്ടായിരുന്നത് യാസുകിയുടെ കൂടെയാണ്, അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതം അത് വളരെ മോശമാണ്, ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്ന ഒരു ഫാമിലിയാണ് എൻ്റേത്, ഞങ്ങൾക്ക് ജീവിക്കാൻ അല്പം പണം ആവശ്യമാണ്, ദയവ് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് പറയും. ഓടനാണെങ്കിൽ സഹായം ചോദിച്ചു വരുന്നവരെ ആരെയും തന്നെ നിരുത്സാഹപ്പെടുത്തി അവൻ ആവശ്യമായിട്ടുള്ള പണം അത് ഓടൻ കൊടുക്കും. പിന്നീട് നിരന്തരം അവൻ പണത്തിന് വേണ്ടി കെഞ്ചിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് ഓടനും പണം കൊടുക്കും. ഡെഞ്ചറോയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടാവില്ല. ഓടൻ, നീ എന്തായി ചെയ്യണേ? ഓൾറെഡി നമുക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ ഇടയിൽ അനാവശ്യമായി അവന് പണം കൊടുക്കാൻ പാടില്ല. പക്ഷെ ഓടൻ അവനാണെങ്കിൽ ആരും പറയുന്നത് ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും ഒറോച്ചിക്ക് പണം നൽകുകയാണ്. ഒറോച്ചി ആണെങ്കിൽ അവൻ കളക്ട് ചെയ്ത പൈസ എല്ലാം തന്നെ ആ ഗ്രാൻഡ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇത്രയും ക്യാഷ് കൊണ്ട് കായികങ്ങൾ ക്രിയേറ്റ് ചെയ്യാനോ അവരെ തോൽപ്പിക്കാനോ കഴിയില്ല, ഇനിയും ഒരുപാട് പണം നമുക്ക് ആവശ്യമാണ്, അതിന് പറ്റിയൊരു വിദ്യ അത് എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് എത്രയും വേഗം ഫ്ലവർ ക്യാപിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഇപ്പോൾ ഓടന്റെ ലുക്കിലേക്ക് മാറി അവനുമായിട്ട് ഇപ്പോൾ ഷോഗന്റെ അടുത്തേക്ക് വരികയാണ്. ലുക്കിൽ മാറിയ ആ ഒരു മന്ത്രവാദിനി അമ്മൂമ്മ ആളാണെങ്കിൽ ഇപ്പോൾ കിങ്ങിനോട് റിക്വസ്റ്റ് ചെയ്യും, ആക്ച്വലി ഇവൻ എൻ്റെ അനുജനെ പോലെയാണ്, ഇവന്റെ പേര് ഒറോച്ചി എന്നാണ്, ഇവൻ നല്ല രീതിയിൽ മെഡിസിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, അമ്മയുടെ കൂടെ ഇവനെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ അതെല്ലാം അവൻ ചെയ്തു തരുമെന്ന് പറയും. തൻ്റെ മകൻ ഇത്രയധികം റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒറോച്ചിയിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചതുകൊണ്ടും ഷോഗൻ ആണെങ്കിൽ അവനെ അവനോടൊപ്പം കൂട്ടുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത ദിവസങ്ങൾ മുൻപോട്ടേക്ക് പോകും തോറും ഒറോച്ചി ആണെങ്കിൽ കിങ്ങിനുള്ള ഭക്ഷണത്തിൽ പതിയെ പോയിസൺ അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ആരംഭിക്കും. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത് വളരെയധികം മോശമായി അസുഖത്തിന് അടിമപ്പെടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അവനൊരു ചതിയനാണെന്ന് മനസ്സിലാവാതെ അവനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ ഓടൻ വരുന്നതുവരെ തായ്ലാൻഡിന്റെ ഷോഗൺ ആവണമെന്ന് അവനോട് ആവശ്യപ്പെടും. ബാക്കിയുള്ള ഡൈമ്യൂസിനോടും ഇപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കിങ് പറഞ്ഞതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവരും അവനെ സപ്പോർട്ട് ചെയ്യും. സത്യത്തിൽ കിങ്ങിന്റെ വേഷത്തിൽ അവിടേക്ക് വന്നത് അത് മറ്റാരുമല്ല, ആ ഒരു വില്ലത്തി ഗ്രാൻഡ്മയാണ്. അവള് ഒറോച്ചി അവിടുത്തെ ഷോഗൺ ആക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം യഥാർത്ഥ ഷോഗൺ ആള് മരണപ്പെട്ടു. നീണ്ട 4 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഓടനാണെങ്കിൽ അവന്റെ ഒരുപാട് യാത്രകൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിനോടകം ഓടന് രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ ദൂരത്ത് കാണുന്ന ഒരു ഐലാൻഡിലേക്ക് കപ്പൽ അടുപ്പിക്കും. അപ്പോൾ അവർ കാണും ആ കടൽക്കരയിൽ ഒരുപാട് നേവി ആൾക്കാർ അങ്ങനെ മരണമടഞ്ഞ് കിടക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. അത് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ കോളഡി റോജർ. റോജറിന്റെ പൈററ്റ് ടീമാണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കിയ വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സ് അങ്ങനെ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. ഓടനാണെങ്കിൽ റോജറിനെ കാണാൻ ഭയങ്കര ആഗ്രഹം. ഇവിടെ റോജർ ആളും വൈറ്റ് ബിയർഡിന്റെ കപ്പൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. മാത്രമല്ല ആ സാമുറായി, അതായത് നമ്മുടെ ഓടനെ കാണാൻ അവനും ഇപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട്. ഓടനാണെങ്കിൽ റോജറിന്റെ സോൾജേഴ്സിനെ ഒന്നൊന്നായി അങ്ങനെ വെട്ടി വീഴ്ത്തി ഓടന്റെ അടുത്തേക്ക് ഓടുകയാണ്. അവൻ ക്ലോസ് തന്നെ താമസം. റോജർ അവന്റെ സ്ക്വാഡ് നീട്ടി ഒരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് ചോര തുളുമ്പി. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ആ ഒരു അറ്റാക്കിൽ അങ്ങനെ ഫ്രീസ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ റോജർ അവൻ വീണ്ടും കത്തിയൊക്കെയായി ഓടൻ നേരെ പാഞ്ഞട്ടുക്കും. അടുത്ത നിമിഷം വൈറ്റ് ബിയർഡ് അങ്ങനെ ഫ്ലൈ ചെയ്ത് വന്ന് റോജറിന്റെ അറ്റാക്ക് തടയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.